മണിയാർ പദ്ധതി വിവാദത്തിൽ സർക്കാരിലെ ഭിന്നത വ്യക്തമാകുന്നു. വ്യവസായ വകുപ്പ് നിലപാടിനോട് വിയോജിച്ച് വൈദ്യുതി മന്ത്രി കരാർ നീട്ടരുത് എന്ന് KSEB അറിയിച്ചതാണെന്ന് കൃഷ്ണൻകുട്ടി. ഇനി കറണ്ട് ചാർജ് കൂട്ടേണ്ടി വരില്ലെന്നും മന്ത്രി. KSRTCയിൽ ഒറ്റത്തവണയായി ശമ്പള വിതരണം തുടങ്ങി. ശമ്പളം നൽകാൻ വഴിയൊരുക്കിയത് സർക്കാർ നൽകിയ 30 കോടി, ഡീസലിന് നൽകേണ്ട തുകയും ശമ്പളം നൽകാൻ വകമാറ്റി. ഇന്നും സംസ്ഥാനത്ത് വാഹനാപകടങ്ങൾക്ക് കുറവില്ല. വടക്കഞ്ചേരി വാളയാർ ദേശീയപാതയിൽ കാറിടിച്ച് 2 പേർക്ക് പരിക്ക്. പാലായിൽ ലോറിയും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. കോഴിക്കോട് മുക്കത്ത് വാൻ പോസ്റ്റിലേക്ക് ഇടിച്ചു കയറി. പത്തനംതിട്ട കൂടലിൽ പിന്നോട്ടെടുത്ത ടിപ്പർ ലോറി ഇടിച്ച് വയോധികന് ദാരുണാന്ത്യം. വാഹനാപകടങ്ങൾ കൂടുന്ന പശ്ചാത്തലത്തിൽ ADGP വിളിച്ച യോഗം ഇന്ന്. പോലീസ് ഉന്നതർ പങ്കെടുക്കും. യോഗം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ന്യൂസ് 18 ലൈവത്തോണിന് പിന്നാലെ. കരിബ സ്കൂളിൽ സങ്കടക്കാഴ്ചയായി അനുശോചന യോഗം. കോമാളിയാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ അനുഭവം നമുക്ക് വന്നു ചേർന്നിരിക്കുന്നു. വയനാട് മാനന്തവാടിയിൽ ആദിവാസി യുവാവിനെ റോഡിലൂടെ വലിച്ചിഴച്ചു. സംഭവം 2 സംഘങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ ഇടപെട്ടതിന് ക്രൂരത. പയ്യമ്പള്ളി സ്വദേശി മാത്തനോട്. സർക്കാരിനെതിരെ കടുപ്പിച്ച് തലശ്ശേരി ആർച്ച് ബിഷപ്പ് പാപ്ലാനെ. വനനിയമ ഭേദഗതി കരട് വിജ്ഞാപനം പിൻവലിക്കണം. സർക്കാർ നിലപാട് മാറ്റിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭമെന്നും മുന്നറിയിപ്പ്. തബല മാന്ത്രികൻ ഉസ്താദ് സക്കീർ ഹുസൈൻ അന്തരിച്ചു. മരണം സ്ഥിരീകരിച്ചതായി കുടുംബത്തെ ഉദ്ധരിച്ച് PTI. അന്ത്യം അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ. ബീവറേജസിന് സമീപത്തെ പാർക്കിങ്ങിനെ ചൊല്ലി തർക്കത്തിൽ യുവാവിനെ കാറിടിച്ചു കൊന്നു. സംഭവം റാന്നി മക്കപ്പുഴയിൽ. പ്രതികൾ കസ്റ്റഡിയിൽ. ഗാബയിൽ ഇന്ത്യക്ക് കൂട്ടത്തകർച്ച. 44 റൺസിനിടെ 4 വിക്കറ്റ് നഷ്ടം. ജയ്സ്വാളും ഗില്ലും കോഹ്ലിയും അടക്കം പുറത്ത്. 1ാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ നേടിയത് 445. കളി മുടക്കി വീണ്ടും മഴ.